ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ തിരുപ്പതി പോവാ. ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ കൊളീഗിൻ്റെ കല്യാണത്തിന് പോവാണ്. ആക്ച്വലി കല്യാണമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആദ്യമായിട്ടാ തിരുപ്പതി. സോ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റ് തിരുപ്പതി ട്രിപ്പാണ്. ഞങ്ങൾ ഇന്ന് 4 മണിയുടെ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് പോണേ. എറണാകുളം ടൗണിൽ നിന്ന് 4 മണിക്ക്, തിരുപ്പതി നാളെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എത്തും. സോ ഓവർനൈറ്റ് ട്രാവൽ അല്ലേ. സോ ട്രാവൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് കുളിച്ച് ക്ലീൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓവർനൈറ്റ് ട്രാവലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മെയിലെഴുകണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക് ഉറങ്ങാനൊക്കെ ഉള്ളതല്ലേ. സോ ലെറ്റ്സ് ഗോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. സോ ലെറ്റ്സ് ഗോ. കാക്കനാട് വരെ നമുക്കൊരു ഊബർ പിടിക്കണം. പിന്നെ കാക്കനാട് നിന്ന് ഒരു ബസ്സൊക്കെ കയറി പോകണമെന്നാണ് എൻ്റെ പ്ലാൻ. സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി പറയാം. ബൈ. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ്. ബോട്ടിലൊക്കെ മേടിച്ച് അങ്ങനെ ട്രെയിനിൽ കയറിയിരുന്നു. നീ ആലുവെത്തിയിട്ടേ അതുല്യ കയറി. കവറോ? ഹലോ, ഇതാണ് അതുല്യ. ഇന്ന് ഞാൻ സോളോ അല്ല, എൻ്റെ കൂടെ ഒരു ട്രാവൽ പാർട്ട്ണർ കൂടെ. സെയിം ട്രെയിനിൽ തന്നെ കല്യാണത്തിന് പോകണം 3 പേരും കൂടെ ഉണ്ട്. അവർ പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങളെ കാണാൻ വന്നു. സോ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ട്രിപ്പിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ കണ്ടതായിരുന്നു. ഒരു 4:45 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരുപ്പതി. ദർശനം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെ ഭയങ്കര തിരക്കായിരുന്നു. 2 മാസം മുന്നേ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ടിക്കറ്റെല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ വിഷ്ണു നിലയം അവിടെ ടിക്കറ്റ് കിട്ടും. അവിടെ പോയി നോക്കിയിട്ട് റൂം പോയി. ഹലോ, വി ഹാവ് റീച്ച്ഡ് തിരുപ്പതി ഇൻ അവർ ഹോം സ്റ്റേ. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഓണർ. Me, Adulya, and a lot of luggages. So this is our Airbnb, guys. This is our stay. നേരം പരപര വെളുത്ത് വരുന്നേ ഉള്ളൂ. So I will give you a quick room tour. This is hall. We have a TV and that is a bedroom that we have chosen. നല്ല ബെഡ്റൂമാണ്. AC ഉണ്ട്, 2 അൽമാരുണ്ട്. Then we have a bathroom. നല്ല ബാത്റൂമാ. After that, this is പൂജ റൂം. സോ ഞങ്ങൾ പോണില്ല. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. This is same. Then we have a വെള്ളമൊക്കെ ചൂടാക്കാൻ ഒരു ഇൻഡക്ഷൻ കുക്കർ. ദെൻ കുറച്ച് പ്ലേറ്റ് ഉണ്ട്. ഇതിൽ വെള്ളം നോക്കി വരുന്നില്ല. ദാറ്റ്സ് ഇവിടെ കഴുകാനുള്ളതൊക്കെ തോന്നുന്നു വാഷിംഗ് മെഷീൻ സെറ്റപ്പ്. പക്ഷെ ഇപ്പോൾ വാഷിംഗ് മെഷീനൊന്നുമില്ല. അത്ര ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. നാളെ ദർശനത്തിനുള്ള ഫ്രീ സ്ലോട്ട്. ടൈം 4 AM. അപ്പോൾ ഞങ്ങൾ 5 പേർക്കും 4 മണിക്ക് തന്നെ ടിക്കറ്റ് കിട്ടി. ഇതാണ് ഞങ്ങൾ 5 പേരെന്ന് പറഞ്ഞിട്ട് ബാക്കി 3 പേര്. ഞങ്ങളൊരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടു തിരുപ്പതിയിൽ നിന്ന്. ആൾ നന്നായിട്ട് തമിഴ് സംസാരിക്കുമായിരുന്നു. അർഷദിനാണെങ്കിൽ നന്നായിട്ട് തമിഴും അറിയാം. സോ കമ്മ്യൂണിക്കേഷനൊക്കെ അവർ തമ്മിൽ ആയിരുന്നു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ വാസ് ഈസി. ആൻഡ് എ ലോട്ട് ഓഫ് റിക്ഷാവാലാസ് നോ തമിഴ് ക്വൈറ്റ് വെൽ. തിരുപ്പതി പണ്ട് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. തിരുപ്പതി ആന്ധ്രാപ്രദേശിന് കൊടുത്ത് തമിഴ്നാട് ചെന്നൈ എടുത്തു. അങ്ങനെയാണ് ഇവിടെ കുറേ പേർക്ക് തമിഴ് നന്നായിട്ട് അറിയണം. ഈ ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞത് ചിലപ്പോൾ ഫ്രീ സ്ലോട്ട് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. തിരുപ്പതി ബാലാജി ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയി നോക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആക്ച്വലി ടിക്കറ്റ്സ് കിട്ടിയത്. ഞങ്ങൾക്ക് നാളെ രാവിലെ 4 മണിക്കാണ് ദർശനത്തിനുള്ള സ്ലോട്ട് കിട്ടിയത്. സോ വി ഹാവ് എ ഫുൾ ഡേ ടു റോം അറൗണ്ട് ഇൻ തിരുപ്പതി. രാവിലെ ഓറിയോണിൽ നിന്ന് നല്ല പൊടി ഇഡ്ഡലിയും ദോശയും കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞില്ലേ, ആളായിരുന്നു ഇന്നത്തെ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ്. പെർ ഹെഡ് 250 റുപ്പീസ് വെച്ച് തന്നാൽ മതി. ഞങ്ങൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസൊക്കെ കാണിച്ചു തരാം. ഈ ടെമ്പിൾസിലൊക്കെ പോയിട്ടേ തിരുമല കയറാൻ പാടും എന്നാണത്രേ ഐതിഹ്യം. സോ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇറ്റ് ഈസ് ശ്രീ കപിലേശ്വര സ്വാമി ടെമ്പിൾ. ഒരുപാട് പേര് ഇവിടെ നിന്ന് കുളിക്കുന്നത് കണ്ടു ഞങ്ങൾ. സ്ത്രീകളും കുട്ടികളും
എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഫാൾസേ ഉള്ളൂ. വിച്ച് ഈസ് കാൾഡ് കപിലതീർത്ഥം. Kabilatirtham is one of the 108 holy Tirthams in the Tirumala hills. Kabilatirtham is a place where you can bath under the falls. According to priests, pilgrims used to bath in Kabilatirtham before visiting Tirumala. So തിരുമല ദർശനത്തിൻ്റെ മുന്നേ പോകേണ്ട ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ് ശ്രീ കപിലേശ്വര സ്വാമി ടെമ്പിൾ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ച് അടുത്ത ടെമ്പിളിലേക്ക് പോയി. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടെമ്പിളാണ് തിരുമല ദർശനത്തിന് മുന്നേ സന്ദർശിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ പത്മാവതി അമരാവതി ടെമ്പിൾ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വെങ്കിടേശ്വരനാണല്ലോ തിരുപ്പതിയിലുള്ളത്. അവരുടെ ഭാര്യ ലക്ഷ്മി ദേവി വസിക്കുന്ന അമ്പലമാണ് പത്മാവതി അമരാവതി ടെമ്പിൾ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ട്രഡീഷൻസ് അമ്മ വഴി അച്ഛൻ എന്നാണല്ലോ, അതിനാണ് ഇവിടെ വരുന്നതെന്നാണ് പറയണത്. ഇവിടെയും ലഡു പ്രസാദം ഉണ്ട് കേട്ടോ. പിന്നെ ഫോൺസ് ഒന്നും അലൗഡ് അല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തേർഡ് അമ്പലത്തിൽ പോയി, ശ്രീ ഗോവിന്ദരാജസ്വാമി ടെമ്പിൾ. ഇവിടെയും ഫോൺസ് ഒന്നും അലൗഡ് അല്ല. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. നാട്ടിലെ പോലെയൊന്നുമല്ല. ട്രഡീഷൻസ് ആർ വെരി ഡിഫറെൻറ്റ് ഹിയർ അല്ലേ. പിന്നെ എനർജി കിട്ടാൻ വേണ്ടി കുറച്ച് സോഡയൊക്കെ കുടിച്ച് അപ്പോഴാണ് അപ്പുറത്തെ കടയിലൊരു ചേച്ചി കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ. ഇറ്റ്സ് അവർ ഫോർത്ത് ടെമ്പിൾ ഇൻ എ റോ. സെൽഫോൺസ് ഫ്രീ ഡെപ്പോസിറ്റ്. ദിസ് ഈസ് അർഷദ്. കപിലേശ്വര സ്വാമി ടെമ്പിൾ അല്ലാത്ത എല്ലാ ടെമ്പിൾസിലും സെൽഫോൺസ് കൊടുക്കണമായിരുന്നു. ഒന്നും അകത്ത് കയറ്റൂലായിരുന്നു. തിരുമല ദർശനത്തിന് മുന്നേ വിസിറ്റ് ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട ടെമ്പിളാണ് ശ്രീ വരാഹസ്വാമി ടെമ്പിൾ. ശ്രീ വരാഹസ്വാമി ടെമ്പിളിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദ ലെജൻഡ്, ലോർഡ് വെങ്കിടേശ്വര ഗോട്ട് ദ പ്ലേസ് ഫ്രം ശ്രീ വരാഹസ്വാമി ആൻഡ് ഇൻസ്ട്രക്റ്റഡ് ഹിസ് ഡെവോട്സ് ടു വിസിറ്റ് ദ ടെമ്പിൾ ബിഫോർ വിസിറ്റിംഗ് ഹിം. എല്ലാ അമ്പലത്തിൽ നിന്നും ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നില്ല ഒരു പ്രസാദം, കുറച്ച് ചോറ്. അതുപോലെ 3 അമ്പലത്തിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായി. സോ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. പിന്നെ വൈകിട്ട് എണീറ്റ് ഈ ഫുഡ് കഴിക്കാൻ പോണ സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കണത്. ഇപ്പോൾ പോണ വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അത് ശ്രീകൃഷ്ണ ജയന്തി പരിപാടിയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് നാട്ടിൽ ചെന്നാലും അവിടേക്ക് ഒന്ന് നടന്ന് ഇതാവണല്ലോ, അതാണ് എൻ്റെ ഒരു ഇത്. ഇവരും പറ്റിയ കമ്പനിക്കാരായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നടന്നൊക്കെ പോയി 1 കിലോമീറ്ററോളം. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫൈനലി ടേബിൾ 9 റെസ്റ്റോറൻറ്റിലെത്തി. ചില്ലീസിൽ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു റെസ്റ്റോറൻറ്റ്. സോ ഞങ്ങൾ ടേബിൾ 9ക്ക് വന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി. ഇനി കല്യാണ ചെക്കൻ്റെ വീട്ടിൽ പോകണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ പോട്ട്ലാൻഡ് ബിരിയാണി കഴിച്ചു. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓവർ ഹൈപ്ഡാ. കേട്ടോ ബിരിയാണി? ഓ കുഴപ്പമില്ല. ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. കുറേ മുട്ട ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ ചിക്കൻ കുറവായിരുന്നു. പിന്നെ നമ്മളെ ഗോബി മഞ്ചൂരിയൻ പോലെ ചിക്കൻ ഉള്ള അല്ലേ. എന്നിട്ട് അത് ബിരിയാണിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റൂമിൽ വന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ കല്യാണം ചെക്കൻ്റെ വീട്ടിൽ പോവാൻ കഴിച്ചു. ലൈറ്റ് നോക്കിയ വീട്ടിൽ പോയത്, പക്ഷേ വീടല്ല. ഞങ്ങൾക്ക് വീടറിയാണ്ടിരിക്കുക. അപ്പോൾ വിളിച്ചു നോക്കുകയാണ് കഴിച്ച്. അങ്ങനെ ഫൈനലി കല്യാണ ചെക്കൻ വന്നു. ഇവിടെ അടുത്ത് തന്നെ, ജസ്റ്റ് നമ്മൾ ലൊക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ ഊബറിന് മാറൂലേ, അങ്ങനെ വന്നതാണ്. കുഴപ്പമില്ല. അവരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കുറേ സ്പെഷ്യൽ ഫുഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് 1-2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. വി ആർ വെരി സോറി ഫോർ ദാറ്റ്. പക്ഷേ ഫസ്റ്റ് തന്നൊരു ബദാം മിൽക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് സോ ടേസ്റ്റി. ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ബദാം മിൽക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക സത്യം പറഞ്ഞാൽ. ദിസ് ഈസ് ദാറ്റ്. പിന്നെ ഞങ്ങൾ കല്യാണ ചെക്കൻ്റെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് നാളെ റിസപ്ഷന് കാണാം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് വിശേഷമൊക്കെ പറഞ്ഞു പോന്നു. വീട്ടുകാർക്ക് മലയാളം അറിയില്ല, ഞങ്ങൾക്ക് തെലുങ്ക് അറിയില്ല. കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് രസമായിരുന്നു. അവർക്കാണെങ്കിൽ കുറേ സംസാരിക്കണം. అడుగే పరువే బదులే మరిచే
അരികെ